ഇതിലെ ഒരു ഗുളികയ്ക്ക് 100 രൂപയാണ് വില. നേരത്തെ കഴിച്ച ഗുളികയ്ക്കൊന്നും ഇത്രയും വിലയില്ല. പക്ഷേ ഈ ഗുളിക കഴിച്ചപ്പോൾ നല്ല ആശ്വാസമാണ്. മറ്റേ കഴിക്കുമ്പോൾ ഇത്രയും ആശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഇത്രയും വില കൂടിയതുകൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റും കൂടുതലായിരിക്കുമോ? എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? നോക്കട്ടെ. ഓക്കെ, ഇത് കുറച്ച് നാളായിട്ട് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു ടാബ്ലറ്റാണ്. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക്, എസ്പെഷ്യലി സിവിയർ പെയിൻ ഉള്ള എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റാണിത്. ഈ ടാബ്ലറ്റ് കൊടുക്കുന്നതിലൂടെ പീരീഡ്സ് നിർത്തി വെക്കുക എന്നുള്ള ഉദ്ദേശമാണ് സക്സസ്ഫുള്ളായിട്ട് സാധിച്ചെടുക്കാൻ പറ്റുന്നത്. സോ ആക്ച്വലി എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ അസുഖങ്ങൾ, തുടങ്ങിയ കണ്ടീഷൻസ് ഈസ്ട്രജൻ ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് പീരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ടി വരാത്തത്, എല്ലാം തന്നെ ചുരുങ്ങിപ്പോയിക്കോളും എന്ന് പറയുന്നത്. സോ ഈസ്ട്രജൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമായതുകൊണ്ട് തന്നെ ആ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ നിർത്തിവെച്ചാലേ ഒരു ഗുളികയ്ക്ക് സക്സസ്ഫുള്ളായിട്ട് ആ അസുഖത്തിനെ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഗുളിക ഉണ്ടാക്കിയേക്കുന്നത് GnRH ആൻറ്റഗോണിസ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗുളികയായിട്ടാണ്. അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നും ഓവറിയെ നിയന്ത്രിക്കുന്ന ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ. അതായത് നമ്മുടെ തലയ്ക്കകത്തെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണിൻ്റെ ആൻറ്റഗോണിസ്റ്റ്, എതിരാളി, അങ്ങനത്തെ ടൈപ്പ് ഒരു കാറ്റഗറി പെടുന്ന ഒരു മരുന്നായത്. അപ്പോൾ ഇത് എടുത്തു കഴിയുമ്പോൾ ചിലർക്ക് പീരീഡ്സ് ടെമ്പററിലി അങ്ങ് നിൽക്കും, അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന അത്രയും നാൾ പീരീഡ്സ് വരുത്തേ ഇല്ല, ചെറിയൊരു ബ്ലീഡിങ് വന്നാലായി. അങ്ങനെ നിൽക്കുന്നതിലൂടെ ഓവറിയിൽ നിന്നും ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷനേ ഉണ്ടാവില്ല, ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടാവത്തേ ഇല്ല. അപ്പം നമുക്ക് വേദനയില്ല, പീരീഡ്സ് വരത്തില്ല, മുഴയുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കൂടത്തില്ല. ഇതാണ് അഡ്വാൻറ്റേജ്. പക്ഷേ കുറേ വർഷം അടുപ്പിച്ച് ഈ ഗുളിക എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ തീരെ ഈസ്ട്രജൻ ഇല്ലാതായാലും പ്രശ്നമല്ലേ? നമുക്ക് ബോണിൻ്റെ ഡെൻസിറ്റി ഒക്കെ കുറയത്തില്ലേ? പിന്നെ നമുക്ക് ഹോട്ട് ഫ്ലഷസ് വരും, മെനപ്പോസിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരും. അപ്പോൾ ചിലർക്ക് ഡിപ്രഷൻ വരും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഗുളിക എടുക്കുന്ന സമയത്ത് പ്രഗ്നൻസി ആകാനും പാടില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ ഇനി ഗർഭിണിയോ വല്ലതും ആയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചിലർക്ക് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഇച്ചിരി അല്ലാതെ കൊടുക്കേണ്ടിയും വരാറുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഓക്കെ, സോ ഗുളികയുടെ വില അത് അത്രയും കൂടിയ ഒരു ഹോർമോൺ ഗുളിക ആയതുകൊണ്ട് തന്നെയാണ് ആ വില. പിന്നെ സൈഡ് എഫക്ട്സും ലിസ്റ്റ് ഇച്ചിരി കൂടുതലാണ് മറ്റുള്ള ഗുളികയെ അപേക്ഷിച്ചിട്ട്. ഈ പറഞ്ഞ ചൂട്, തലവേദന, ഈ പറഞ്ഞ പോലെ ഹോട്ട് ഫ്ലഷസ്, ഇത് എല്ലാം, ബ്രസ്റ്റിൽ ടെൻഡർനെസ്, ഇതെല്ലാം തന്നെ, ചിലർക്ക് ബ്ലീഡിങ്ങും വരാറുണ്ട്. ഇതെല്ലാം തന്നെ എന്ത് എഫക്റ്റ് ഉണ്ടോ, എന്തിനൊക്കെ എഫക്റ്റ് ഉണ്ടോ അതിനെല്ലാം ഒരിത്തിരി സൈഡ് എഫക്റ്റും കാണും. പക്ഷേ എൻഡോമെട്രിയോസിസ് ലറ്റകൈക്ക് ഒരു ഡോക്ടർ കൊടുക്കുന്ന മരുന്നാണ് ഇപ്പോൾ ഇത്. ഇതിനപ്പുറം ഒരു മരുന്ന് ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇന്ന് ഈ നിമിഷം വരെ പിന്നെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിലയും. പിന്നെ ഒത്തിരി വർഷം വിത്തൗട്ട് സൂപ്പർവിഷൻ എടുക്കാൻ പാടില്ല. മാക്സിമം ഒരു ഡോക്ടർ നിഷ്കർഷിക്കുന്ന ഒരു 1 ഇയർ പീരീഡിലേക്ക് വല്ലവേ എടുക്കാൻ പാടുള്ളൂ. ചില ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറയുകയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ ഫൈൻ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.